സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ ജലസേചനവും വൈദ്യുതി ഉൽപാദനവും ലക്ഷ്യമിട്ട് പ്രധാന അണക്കെട്ട് പദ്ധതിയുടെ നിർമ്മാണം ചൈനയും പാകിസ്ഥാനും വർദ്ധിപ്പിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിനു മറുപടിയായി സിന്ധുവിന്റെ പോഷക നദിയിൽ മുഹമ്മദ് ജലവൈദ്യുത പദ്ധതി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇന്ത്യയെ ചെറുക്കാൻ പാകിസ്ഥാൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് ചൈനയാണ്. പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ഇന്ത്യയെ മുട്ടാനുള്ള കരുത്തില്ല എന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് തന്ത്രപരമായ പിന്തുണയ്ക്ക് പാകിസ്ഥാൻ ചൈനയെ സമീപിക്കുന്നത്. സിന്ധു നദീജല ഉടമ്പടിയിൽ ചൈനയും സ്വയം ഒരു പങ്കാളിയായാണ് അവകാശപ്പെടുന്നത്. ആ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല ഉടമ്പടിയിൽ ചൈനയുടെ ഏതൊരു ഇടപെടലും പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. പാകിസ്ഥാനിലെ 24 കോടി ആളുകളുടെ ജീവനാഡിയാണ് സിന്ധു നദി. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം. രാജ്യം ജലത്തിനായി ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിക്കുന്നത് സിന്ധു നദിയെയാണ്. പഞ്ചാബ് പ്രവിശ്യ ഉൾപ്പെടെ പാകിസ്ഥാന്റെ 65% പ്രദേശങ്ങളും സിന്ധു നദീതടത്തിലാണ്. 10 പാകിസ്ഥാനികളിൽ 9 പേരും സിന്ധു നദീതടത്തിലാണ് താമസിക്കുന്നത്. കറാച്ചി, ലാഹോർ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ കുടിവെള്ളത്തിനായി നദിയെയോ നദീതടത്തിലെ ഭൂഗർഭ ജലാശയങ്ങളെയോ ആശ്രയിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ജല ഉപയോഗത്തിന്റെ 94% കൃഷിക്കാണ് വിനിയോഗിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഈ മേഖല. 2022-23 സാമ്പത്തിക സർവേ പ്രകാരം പാക് സമ്പദ് വ്യവസ്ഥയിൽ 23% സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയ്ക്കായാണ്. കയറ്റുമതിയുടെ 24.4% കാർഷിക ഉൽപ്പന്നങ്ങളാണ്. ഗ്രാമീണ ജനസംഖ്യയുടെ 2/3 പേർക്ക് ഉപജീവന മാർഗം നൽകുന്നു. മൊത്തം തൊഴിലാളികളിൽ 37.4% ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നു. അതിനാൽ തന്നെ പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സിന്ധു നദീജല കരാർ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ലോകബാങ്കിന്റെ പാകിസ്ഥാൻ ഗേറ്റിംഗ് മോർ വാട്ടർ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ 90% ഭക്ഷ്യവിളകൾക്കും ജലസേചനം നൽകുന്നത് സിന്ധു നദീതട സംവിധാനമാണ്. സിന്ധു നദീജല കരാർ അനുസരിച്ച് കിട്ടുന്ന നദീജലമാണ് പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ നിലനിർത്തുന്നത്. ഗോതമ്പ്, അരി, കരിമ്പ്, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിങ്ങനെ പാകിസ്ഥാനിലെ പ്രധാന വിളവുകളുടെ എല്ലാം കൃഷിക്ക് സിന്ധു നദിയിൽ കിട്ടുന്ന വെള്ളം വേണം. പാകിസ്ഥാന്റെ ജലസേചന ആവശ്യത്തിന് 90% നിറവേറ്റുന്നത് ഈ വെള്ളമാണ്. അതിനായി അവർ ആശ്രയിക്കുന്നത് സിന്ധു, ജലം, ചെനാബ് നദികളെയും അവയോട് ചേർന്നുള്ള ചെറു നദികളെയുമാണ്. നദികളിൽ നിന്ന് കാർഷിക ഭൂമികളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന കനാലുകളുടെയും വിപുലമായ ശൃംഖല തന്നെ രാജ്യം ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ കനാൽ ഇറിഗേഷൻ സിസ്റ്റം പാകിസ്ഥാനിലാണെന്ന് പറയാം. പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ ജലവൈദ്യുതി ഉൽപാദനം, കുടിവെള്ള വിതരണം എന്നിവയും ഇതേ നദികളെ ആശ്രയിച്ചാണ്. പാകിസ്ഥാൻ അവരുടെ വൈദ്യുതിയുടെ 1/5 ജലവൈദ്യുതിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. രാജ്യത്തെ 21 ജലവൈദ്യുത നിലയങ്ങളും സിന്ധു നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദിക്ക് വലിയ പ്രാധാന്യമാണുള്ളതെങ്കിലും ജല ലഭ്യതയിൽ സ്ഥിരമായ കുറവ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി അവർക്കില്ല. സിന്ധു നദീജലത്തിന്റെ 10% മാത്രമാണ് അവർക്ക് സംഭരിക്കാൻ കഴിയുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളുടെ സംഭരണശേഷി അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ കൂട്ടുപിടിച്ച് ഒരു വൻ നീക്കത്തിനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.